കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കഴുകൻ തൻ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ, കോഴി തൻ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നമ്മെ മറച്ച് പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 2 കൊരിന്ത്യർ 12:9 നാം ഇങ്ങനെ വായിക്കുന്നു: എന്റെ കൃപ നിനക്കു മതി, എന്റെ കൃപ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ധന്യനായ പൗലോസ് ശ്ലീഹ തന്റെ ശരീരത്തിൽ ഉണ്ടായ വിഷയത്തെ കുറിച്ച്, തന്റെ ശരീരത്തിൽ സാത്താൻ കുത്തിക്കൊണ്ടിരിക്കുന്നു, അതിവേദന തന്റെ ജീവിതത്തിൽ ഉണ്ട്. ഇത് മാറുവാനായി 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. തന്റെ വേദനയുടെ പരിഹാരത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം തനിക്കറിയാം, ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സകലത്തിനും പരിഹാരകൻ ദൈവമാണ്. പ്രാർത്ഥനാ മനുഷ്യനായ പൗലോസ് തന്റെ ഈ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ തന്റെ വിഷയം എന്താണ്? തനിക്കിങ്ങനെ ഒരു വസ്തുത ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അവിടെ നാം വായിക്കുന്നുണ്ട്: വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഇതൊരു ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കൺട്രോളുകളും ദൈവമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഇന്നലെ, ഇന്ന്, നാളെ അറിയുന്നവനായ ദൈവം, എല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ്. നാം അനുഭവിക്കുന്ന വേദനകളുടെയും ചില പ്രയാസങ്ങളുടെയും ചില പ്രതിസന്ധികളുടെയും പിൻപിൽ ദൈവത്തിനും നമ്മെ കുറിച്ചുള്ള ചില വാത്സല്യങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. തന്റെ ദാസന്റെ ഈ പ്രാർത്ഥനയിൽ ദൈവം പറയുന്നു: മകനെ, എന്റെ കൃപ നിനക്ക് മതി. അതെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ കൃപയുണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ കൃപയുണ്ടെങ്കിൽ ആ കൃപ പൗലോസിനോട് പറയുന്നു: എന്റെ കൃപ നിന്റെ വേദനയെ സൗഖ്യമാക്കുവാൻ കഴിയും. എന്റെ കൃപയ്ക്കകത്ത് എന്റെ കരുണയുണ്ട്, എന്റെ ദയയുണ്ട്, എന്റെ സ്നേഹമുണ്ട് എന്ന് ദൈവം പറയുകയാണ്. അത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് തരുന്നതായിട്ടുള്ള ആ വലിയ ദൈവത്തിന്റെ അളവറ്റ കരുണയോർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവകൃപ, ആ കൃപയ്ക്കകത്ത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഈ കൃപയ്ക്കകത്ത് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയലേഖനം 4:13 പൗലോസ് പറയുന്നു: റോമിലെ വീട്ടുതടങ്കിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അതേ, സൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. പക്ഷേ ആ വേദന മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ആ വേദനയെ അതിജീവിക്കുന്ന, തന്റെ കഷ്ടങ്ങളെ മറക്കുന്ന, ദൈവത്തിന്റെ ശക്തിയുടെ ഒഴുക്ക് അയക്കപ്പെടുന്ന വലിയ കൃപ ദൈവം തന്റെ ദാസന്റെ മേൽ പകരുകയാണ്. അതേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ ദൈവം നമ്മളോടും പറയുന്നു: മകളെ, എന്റെ കൃപ നിന്നെ സൗഖ്യമാക്കും.
മകനെ, എന്റെ കൃപ നിന്നെ ശക്തീകരിക്കും. എന്റെ കൃപ നിനക്ക് പുതുവഴികളെ ഒരുക്കിത്തരും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളെ, പ്രശ്നങ്ങളെ താണ്ടുവാൻ എന്റെ കൃപയ്ക്ക് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ, നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ. അതിന് അപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിവുള്ളവനായ നമ്മുടെ ദൈവം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, ഞാനാകുന്നത് കൃപയാലാകുന്നു. എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവകൃപയാണ്. നമ്മുടെ യേശു കൃപയുടെ ദാതാവാണ്. അവന്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ പകർന്നിരിക്കുന്നു. അതെ, ഇന്ന് നീ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തായാലും അതിന്മേൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവകൃപയുടെ വ്യാപാരം. നമ്മളോട് ദൈവം പറയുക, എന്റെ കൃപ നിനക്ക് മതിയെന്ന്. അതേ, നിന്റെ കഷ്ടത്തിൽ, നിന്റെ രോഗത്തിൽ, നിന്റെ വേദനയിൽ അതിനെ പരിഹരിക്കുവാൻ കഴിവുള്ള, നീ ചിന്തിക്കുന്നേക്കാൾ അപ്പുറമായി നിന്നെ ബലത്തോടെ നടത്തുവാൻ കഴിവുള്ള ദൈവകൃപ. ആ കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കൃപയ്ക്കകത്ത് രോഗസൗഖ്യമുണ്ട്. ഈ കൃപയ്ക്കകത്ത് അനുഗ്രഹങ്ങളുണ്ട്. ഈ കൃപയ്ക്കകത്ത് വിടുതലുണ്ട്. ഈ കൃപയ്ക്കകത്ത് സമാധാനമുണ്ട്. ഈ കൃപയ്ക്കകത്ത് സന്തോഷമുണ്ട്. ഈ കൃപയ്ക്കകത്ത് സമാധാനമുണ്ട്. ദൈവത്തിന്റെ കൃപയുടെ ഒഴുക്കുകൾ. വേദനയാൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിവേദനയാൽ മുൻപോട്ട് പോകുന്ന തന്റെ ദാസന്റെ ആ വിഷയത്തിന്റെ മേൽ ദൈവകൃപ പകർന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയാണ്, ഓ ആ ശക്തി, ദൈവമേ നീ അയച്ച ശക്തി എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്റെ ആ ശക്തി, ആ സൗഖ്യമാക്കുന്ന ശക്തി തനിക്കത് മതി. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല. ആ ബലഹീനതയിൽ നിന്ന് ഒരു പുതിയ ആരംഭത്തെ, ഒരു പുതിയ ശക്തിയെ, ഒരു പുതിയ അനുഭവത്തെ നൽകി നമ്മളെ നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ വചനത്തിലൂടെ പറയുന്നു, ഈ ദിവസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു മറുപടി. ഇതാ വചനം പറയുന്നു, പൗലോസിനോട് പറഞ്ഞ വാക്കുകൾ നമ്മളോട് പറയുന്നു, ആ വിഷയത്തിന്റെ മേൽ എന്റെ കൃപ മതി. നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ മേൽ എന്റെ കൃപ മതി. എന്റെ കൃപ വ്യാപരിക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരമുണ്ട്. അവിടെ സമാധാനവും സന്തോഷവും സൗഖ്യമുണ്ട് എന്ന് പറയുന്നു. പൗലോസ് പറയാണ്, എനിക്കത് മതി കർത്താവേ, എനിക്കത് മതി. നമുക്കും ദൈവത്തോട് പറയാം, കർത്താവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ, നിന്റെ കൃപ മതി എന്ന് നമുക്കും ദൈവത്തോട് പറയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. പൗലോസിന്റെ മേൽ പകർന്ന കൃപ നിന്റെ ജനത്തിന്മേൽ അയച്ച് അവരുടെ എല്ലാ പ്രതിസന്ധികളിലും ജയം പ്രാപിച്ച് സന്തോഷത്തോടെ ജീവിപ്പാൻ കൃപ കൊടുക്കണമേ. നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും നിറയ്ക്കട്ടെ. സ്നേഹത്തോട് കർത്തൃസൂക്ഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.